വൈകിട്ട് 3 മണി കഴിഞ്ഞു കേട്ടോ. 3:30 ആയി. ടെമ്പറേച്ചർ 5 എങ്ങാണ്ടുണ്ട്. ഇപ്പം പുറത്തോട്ടൊന്ന് ഇറങ്ങുക. പുറത്ത് തണുപ്പ്, നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. ഫീൽ ലൈക്ക് എങ്ങനെയാണോ എന്തോ. ഫ്രൈഡേ വന്നു ഞാൻ പിന്നെ അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് ഡെയിലി വ്ളോഗിൻ്റെ. സോ പനീർ ബുർജി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ വരുന്നത് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. മുട്ട ബുർജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? എഗ് ബുർജി, അണ്ട ബുർജി, സെയിം പാറ്റേൺ പനീർ. ഇത് ഞാൻ എടുക്കാൻ പോകുന്നത് ചപ്പാത്തിയ എന്ന. അപ്പം ഇതിലേക്ക് വേണ്ടത് ഒരു ഉള്ളി, കുറച്ച് പച്ചമുളക്, ഈ പനീർ ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് പൊടി പൊടിയായിട്ട് അരിയുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇച്ചിരി മഞ്ഞളും, പിന്നെ കടുക് പൊട്ടിക്കണമെങ്കിൽ കടുക് പൊട്ടിക്കാം, അതില്ലാന്നുണ്ടെങ്കിൽ ജീരകം വേണ്ടത്. പനീർ ആലോചിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ. അപ്പം അവിടെ ഈ കടുക് സാധനങ്ങളൊന്നും കാണത്തില്ല. തടുക്ക എന്ന് പറയുന്നത് കടുക് വറുക്കുന്നത് ജീരകം വെച്ചിട്ടായിരിക്കും മെയിനായിട്ട്. ജീരകവും കടുകെണ്ണയിൽ അതിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ കടുകെണ്ണ ഉണ്ട്, ഇല്ലാന്നല്ല. ഫസ്റ്റിൽ ഞാൻ ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന ആ കനോള ഓയിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് കാണാം. ഈ ഗ്രേറ്റർ കേട്ടോ, ഇതിലാണ് ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെ വലിയ ഇതിൽ. അപ്പം പനീർ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് ഇടുക. മെനക്കെടാൻ വയ്യാന്നുണ്ടെങ്കിൽ 4-5 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടേ ആ മിക്സിയിൽ എടുത്തിട്ട് ഒരു അടി അങ്ങോട്ട് അടിക്കുക, എളുപ്പമായി കിട്ടും. പക്ഷേ ബുർജി യൂഷ്വലി ഇല്ലാക്കണം ഇതുപോലെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിൽ കുറച്ച് ഞാൻ പാലക്കിൻ്റെ ചീര എൻ്റെ അടുത്ത് കുറച്ചുണ്ട്, ആ ചീരയും കൂടി കട്ട് ചെയ്തിട്ട് ഇടുവാണ്. പാലക് പനീർ അല്ല, ദിസ് ഇസ് ലൈക്ക് പനീർ ബുർജിയാണ്. ബട്ട് സ്റ്റിൽ ഐ എം യൂസിങ് ആ പനീർ പാലക്കിൻ്റെ ഇലകൾ, സ്പിനാച്ച് ഐ മീൻ. അപ്പോൾ ഇത്രയും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പാലക്കിലെ ലൈക്ക് സ്പിനാച്ച് അതൊന്ന് ചെറുതായിട്ട് പെട്ടെന്നൊന്ന് ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന പരിപാടികളാണ് ഞാൻ കാണിക്കുന്നത്. എന്നെക്കൊണ്ട് അടുക്കളയിൽ കുറേ ടൈം ഇരിക്കാൻ പറ്റില്ല. 5 മിനിറ്റ് പരിപാടിയിൽ എന്തൊക്കെ തീർക്കാൻ പറ്റുമോ അങ്ങനത്തെ പരിപാടികളാണ് ഞാൻ നോക്കുന്നത്. ഒരു ദിവസം മാക്സിമം പോയാൽ കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ടത് ഒരു 1 hour 40 അല്ലെങ്കിൽ 45 minutes, 30 to 45 minutes മാക്സിമം, നോട്ട് മോർ ദൻ ദാറ്റ്. അപ്പം ഇതൊന്ന് മാറ്റി വയ്ക്കുക ഒരു പ്ലേറ്റിലേക്ക്. ഇനി ഈ കട്ടിംഗ് ബോർഡിൽ തന്നെ നമുക്ക് ഉള്ളി കട്ട് ചെയ്യാം, ഉള്ളിയും പച്ചമുളകും. ഉള്ളി വെട്ടുന്ന ഈസി മെത്തേഡാണ് കേട്ടോ. നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതില്ലേ ഈ വേര് വരുന്ന സ്ഥലം ആടെ നടുക്കൊന്ന് എടുത്ത് കളയണം. സോ ദാറ്റ് ഔട്ടർ സ്കിന്ന് പെട്ടെന്ന് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് നല്ല വെള്ളം വരുന്നുണ്ട്. മുട്ട ബുർജി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ലൈക്ക് മുട്ട ഇങ്ങനെ കുത്തി എടുക്കത്തില്ലേ, അതിൽ ഉള്ളിയും പച്ചമുളകും ഇടും. അതുപോലത്തെ സംഭവം തന്നെയാണ് ഇത്. അതിന് പകരം പനീർ ബുർജി, പേര് മുട്ടയ്ക്ക് പകരം പനീറാണെന്നേ ഉള്ളൂ. സോ പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളകും എന്താ പറയുന്നത് ഉള്ളി, വേറെ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. മഞ്ഞപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഒരു പകുതി ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ, അത്രയും മതി. ഓക്കെ, ഇനി ഈ സൈഡിലേക്ക്. സോ
ഇതിൽ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഇടണം. ജീരകം, ഉപ്പ്, മഞ്ഞൾ എടുക്കുന്നില്ല, കുറച്ച് കളർ വൈറ്റ് ഗ്രീൻ ആയിട്ട് കിട്ടട്ടെ മഞ്ഞൾക്ക്. പിന്നെ എൻ്റെ മീൻ ഇന്നലെ ഉണ്ടാക്കിയത് ചട്ടി കാലിയായോ കേട്ടോ. എന്താ എനിക്കത് എന്താ പറയുന്നത്, എന്താ പറയുന്നത്, അവിച്ച മീനില്ലേ ആ ഒരു പാറ്റേണിലാണ് ഫീൽ ചെയ്തത്. പക്ഷെ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ചട്ടിയിൽ പിടിച്ചിട്ട് പിന്നെ അവസാനം അതിങ്ങനെ അതോടുകൂടി ഇങ്ങനെ നമ്മൾ എടുക്കത്തില്ലേ, ആ മൊരിഞ്ഞ ഉള്ളിയും കരിവേപ്പും പിന്നെന്താ കുരുമുളകും പച്ചമുളകൊക്കെ അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ടേസ്റ്റ് കൊള്ളായിരുന്നു, അവിച്ച ഫീൽ. പക്ഷെ എനിക്ക് അതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത് വെച്ചാൽ സാധാരണ നമ്മൾ വറുക്കത്തില്ലേ, അതാ ഫേവറേറ്റ്. പക്ഷെ ഇതൊരു പാറ്റേണിൽ ടി വിയിൽ ഇങ്ങനെ കണ്ടു, അത് നന്നായിരിക്കുന്നു, സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഐ തോട്ട് ലൈക്ക് എനിക്കും അതുപോലെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഞാൻ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വറുത്ത മീൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പൊള്ളിച്ച മീനിനേക്കാളും ടേസ്റ്റ് എനിക്ക് വറുത്ത മീനിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, നോട്ട് പൊള്ളിച്ചത്. പക്ഷെ എൻ്റെ വീട്ടിൽ ബാക്കി രണ്ടാൾക്കും ഇത് ഇഷ്ടപ്പെട്ടു. മീൻ കംപ്ലീറ്റ് കാലിയായി, ഒന്നും ചട്ടിയിൽ കുറച്ച് ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് തൂത്തുവാരി എടുത്തു. Now time for making ഇന്നത്തെ റെസിപ്പി. ഇതില് എണ്ണ ആവശ്യത്തിന് ഇച്ചിരി കൂടുതൽ വീണു, കിടക്കട്ടെ അവിടെ. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് വേറെ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല കേട്ടോ, പ്ലെയിൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്ത് ഫുഡാണെങ്കിലും ഇച്ചിരി ഉപ്പും മുളകും എന്താ പറയുന്നത് പുളിപ്പും ഒക്കെ കൊള്ളുവാണെങ്കിൽ എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഫുഡ് ആകുമ്പോഴത്തേക്ക് എസ്പെഷ്യലി നമുക്ക് ഈ സ്പൈസ് ഇങ്ങനെ കുറച്ച് കയറി കിടക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല സ്പൈസിന്റെയും പുളിപ്പിന്റെയും. അത് എന്താ നമ്മുടെ സാധാരണ നാടൻ കറികൾക്ക്. ഞങ്ങൾക്ക് ഞാൻ പണ്ട് ഓഫീസിൽ ഇങ്ങനെ ഓഫീസിൽ പോകുന്ന ടൈം നമുക്ക് പാൻട്രിയുടെ അവിടെ ചിലപ്പം ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും, ഓരോരുത്തർ ഓരോ ദിവസം ഉണ്ടാക്കിയ ഫുഡൊക്കെ. ഞാൻ വിചാരിക്കും നല്ല ടേസ്റ്റി യമ്മി ഒക്കെ ആയിരിക്കും എന്നുള്ളത്. കാണുമ്പോഴത്തേക്ക് അത് അത്രത്തോളം ആപ്പറ്റൈറ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ കഴിച്ചു തീർക്കണം എന്ന് വിചാരിക്കും. ചെന്ന് കുറച്ച് എടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബൗളിൽ ഒരു സ്പൂൺ വെച്ചിട്ട് കഴിക്കുമ്പോഴത്തേക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. ലൈക്ക് ടു മച്ച് ഓഫ് ചീസ്, എല്ലാത്തിലും ചീസ് ക്രീം ചീസ്. അത് ഉച്ചയ്ക്ക് നമുക്ക് വയറ് നിറയുന്ന സാധനമായിട്ട് ഫീൽ ചെയ്യില്ല. അതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു ബ്രെഡ് മാത്രം വെച്ചേക്കും. യു ഹാവ് ടു കട്ട് ദ പീസ്, ഈ ചീസ് കുറച്ച് ഇട്ടിട്ട് അത് ഭയങ്കര സന്തോഷത്തോടെയാണ് കഴിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലൈക്ക് ഓഫീസിൽ ഒരു ഇന്ത്യൻ ആയിരുന്നു കേട്ടോ, ഒരു പയ്യന് ഹർവിന്ദർ എന്ന് പറഞ്ഞിട്ട്, പഞ്ചാബി. അവനൊരു കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് പിന്നെ അവനും ഒരു കുഞ്ഞ് ജനിച്ചു, അതുപോലെ വേറൊരു മദാമയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പൊ ഒരു പാർട്ടി മാതിരി അറേഞ്ച് ചെയ്തു, ഓഫീസിൽ എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കുന്ന മാതിരി. അപ്പം പിങ്കും ബ്ലൂവും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത്, കുറെ ബലൂൺസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. സോ ഇവരുടെ ഫുഡ് എന്താ, പഞ്ചാബികളുടെ ലൈക്ക് സമോസ ലൈക്ക് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പം ഇത് വന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ആൾക്കാർക്ക്. പിന്നെ ഇവിടുത്തെ കടകളിൽ സമോസ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എരിവ് അധികം ഇടില്ല. കാരണം വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ പ്രിഫർ ടു ഗോ വിത്ത് ലൈക്ക് സ്പൈസ് കുറവുള്ളത്. അറിയാം, ഇന്ത്യൻസ് മാത്രമല്ല കഴിക്കുന്നത്, ബാക്കി ഡിമാൻഡും ഉണ്ട്. അപ്പൊ അതിനകത്ത് വേറെ എന്തായിരിക്കുന്നത്, പൊട്ടാറ്റോ അല്ലേ, ലൈക്ക് പൊട്ടാറ്റോ പീസും കാണും, പിന്നെന്താ മൈദ വറുത്തെടുത്ത് കഴിക്കുന്നത്. ഓക്കെ, എൻ്റെ ഈ സമയം കൊണ്ട് ജീരകം പൊട്ടി, ഇവിടെ ജീരകം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഇടുവാണ് കേട്ടോ. ഇതിപ്പോൾ ശരിയാവില്ല, ഒരു കൈ കൊണ്ട് പിടിച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ സഫർ ചെയ്യും. ഓക്കെ, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്, രണ്ടും കൂടി ഒന്ന് പോട്ടെ. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് വാടി കിട്ടിയ ഉടനെ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന്
ഇത് കൂടുതലൊന്ന് മൂപ്പിച്ച് കാരമലൈസ് ലൈക്ക് ചെറുതായിട്ടൊന്ന് ആയ ഉടനെ നമ്മൾ മുട്ട പൊട്ടിച്ചെങ്ങനെ ഇടും അതുപോലെ തന്നെ ചെയ്യേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇല, കാരണം ഇതിലിച്ചിരി ഈ വെള്ളം ഉണ്ടാവും, അപ്പം ആ വെള്ളം അത്രയൊന്ന് വറ്റണം. എന്നിട്ട് ഇതൊന്ന് കുക്കാവുകയും വേണം. അടച്ചു വെച്ച് വേവിക്കണമെങ്കിൽ വേവിക്കാം, പക്ഷെ എൻ്റെ ആവശ്യമില്ല. ഇല എത്ര കുറച്ച് കുക്കാവോ അത്രയും നല്ലത്. കൂടുതലൊന്നും ഇല്ലാതെ ആ ഗ്രീൻ കളർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മുടെ പനീർ. കുറച്ച് ബാക്കിയുണ്ട്, ഒന്നും കളയണ്ട, തൂത്തുവാരി എടുത്തു. പിന്നെ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ ക്വാണ്ടിറ്റിയെ. ഇത്രേ ഉള്ളൂ. ഇത് അടയ്ക്കുക. ഇനി ഇത് കുക്കാവണ്ട, ഇത്ര തന്നെ. ഇതാണ് നമ്മുടെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിടുന്നതിന്, ശരിക്കും എനിക്കത് പറയാൻ അറിയില്ല, എന്താ പറയുന്നത്, എഗ് സ്ക്രാമ്പിൾ, യാ, അതിൻ്റെ പനീർ ആണ് ഇത്. മുട്ടയ്ക്ക് പകരം പനീർ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിഷ്, വൈകുന്നേരത്തത്. ഇത് ഞാൻ ചപ്പാത്തിയുടെ കൂടെ ആയിരിക്കും കഴിക്കുന്നത്. ചപ്പാത്തി ടൈം. പനീർ പൊറാട്ട ഉണ്ടാക്കണമെങ്കിൽ ഇതിനകത്ത് ഫില്ലിങ്, പൊറാട്ടയുടെ ഇതില്ലേ ഇപ്പം ചെയ്തത്, ഫില്ലിങ് നിറച്ചിട്ട് ചുട്ടെടുത്തിട്ട് 2 വശത്തും നല്ല വൃത്തിയാക്കി എണ്ണ ഒഴിച്ചു ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് കിട്ടും. ഒന്ന് ചുട്ടു വരുമ്പോൾ നമുക്ക് നേരിട്ട് കഴിക്കാം. അപ്പം എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പനീറിൻ്റെ ആ ഇതേ കൊതിയാവുന്നു. ഇത് നോക്കുന്നേ,
കൂടുതൽ പ്രസ് ചെയ്തിട്ട് ഒരു ഹോൾ വീഴും. പോട്ടെ, അതവിടെ ഇരിക്കട്ടെ. സോ നെക്സ്റ്റ് ചപ്പാത്തി. ടേസ്റ്റിംഗ് ടൈം. കയ്യോടെ കൊണ്ടുവച്ചു. ഇത് പുൾക്കാസാണ് കേട്ടോ, എണ്ണ ഇടത്തില്ല. കാരണം ഈ ഇതിനകത്ത് ഓൾറെഡി ആ പനീർ എല്ലാം ഫാറ്റീസ് ആണ് കള. സോ ഇതിന്ന് കുറച്ചെടുക്കുക. റോൾ ഇറ്റ്. എല്ലാം ചൂടാ, ഭയങ്കര ചൂട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ പനീർ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കാം. കുറേ സ്പൈസസോ കുറേ ലൈക്ക് പനീർ മട്ടൺ മസാല എന്നൊക്കെ പറയത്തില്ല, കുറേ നേരം മെനക്കെട്ടിരുന്നിട്ട് ടൊമാറ്റോ പൊടിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് ചെയ്യുന്നത്. അതുപോലെ മെനക്കെടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിനി എൻ്റെ ബാക്കി ചപ്പാത്തിയും കൂടി ചുട്ടിട്ട് അവിടെ അവസാനിപ്പിക്കണം. അവിടെ പോയിരിക്കും. അതിന് ഇനി വേറെ ഒന്നുമില്ല ചെയ്യാനായിട്ട്. ആകെ കൂടി മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്ന മാതിരി മുട്ടയ്ക്ക് പകരം പനീർ ഇടുക, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഞാൻ കുറച്ച് കൂടുതൽ ചേർത്താണ്. ഇല സാധാരണ ചേർക്കത്തില്ല. വെറും പനീർ മാത്രം ഇട്ടിട്ട് ഉള്ളി പച്ചമുളകും വെച്ചിട്ട് കിണ്ടിയിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പം അതാണ് ഇന്നത്തെ റെസിപ്പി വിത്ത് ചപ്പാത്തി വിത്ത് പുൽക്ക ചപ്പാത്തി വിത്ത് പുൽക്ക റോട്ടി വിത്ത് പനീർ. ഇങ്ങനെ കൊണ്ട് വായിൽ വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ടയുടെ അതേ ടേസ്റ്റ് തന്നെ. മുട്ട ഇല്ലാന്നേ ഉള്ളൂ പനീർ. നമുക്ക് ശരിക്കും ചിലർക്ക് പനീർ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടമില്ലാത്തവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതുമാതിരി തരിയായിട്ട് മുട്ടയുടെ സ്ക്രാമ്പിൾ പോലെ തന്നെ കാണും. സ്ക്രാമ്പിൾ എഗ്ഗ്. എണ്ണ ഇച്ചിരി കുറച്ച് മതി. ഇത് എണ്ണ എന്ന് വെച്ചാൽ ഞാൻ ഇട്ട എണ്ണ മാത്രമല്ല, പനീറിന്റെ ചൂടാകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പുൽക്ക റോട്ടീസ് പറയുന്നത് എണ്ണ ഇടാത്ത ചെയ്യുക. എല്ലാം കൂടി എണ്ണ കൂട്ടണ്ടല്ലോ. കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കുഴപ്പമില്ല, കുറച്ച് എണ്ണ ഉണ്ടെങ്കിലും ഫാറ്റ്. പക്ഷെ ഏജ് ആവും തോറും ഇതൊക്കെ കുറയ്ക്കാൻ നോക്കുക.